കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും കണ്ടതാണ്. അങ്ങനെ സത്യത്തിൽ താറുമാറായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഈ ഇടതു ഭരണം, പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. പക്ഷെ ആ തകർന്ന് തരിപ്പണമായി ഒരിറ്റ് ജീവശ്വാസത്തിന് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരുന്ന ആ സർക്കാരിന് കിട്ടിയൊരു പിടിവള്ളിയായി മാറിയിരിക്കുകയാണോ തരൂരിൻ്റെ വാക്കുകൾ? അല്ലെ, തരൂരിന്റെ വാക്കുകള് ഇപ്പം എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് CPM-ന് ഗുണം ചെയ്യും? ഒരിക്കലുമില്ല. അത് എന്താ അത് മനസ്സിലാക്കാത്തത്? അത് ഇപ്പൊ ചോദിക്കും, മോദിയെ പ്രശംസിക്കുന്നു, പിണറായി വിജയനെ പ്രശംസിക്കുന്നു, തരൂര് രണ്ടു വള്ളത്തിലും കാല് വെച്ചിരിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. തരൂർ എങ്ങോട്ട് പോകും? CPM-ലേക്ക് പോകുന്നോ അതോ BJP-യിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം 2019 മുതൽ BJP-യിലേക്ക് പോകുമെന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. തരൂരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് വേറൊരു മേൽവിലാസമുണ്ട്. പിന്നെ ഭരിക്കുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുമ്പോൾ അത് വേറൊരു ലേബൽ കൂടി കിട്ടുകയാണ്. എന്തായാലും ഇത് തരൂർ ഈ പറഞ്ഞത് ഈ ഒരു തരത്തിലും CPM-നൊന്നും ഗുണം ചെയ്യാൻ പോകുന്നില്ല. ഇത് കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ്, അല്ലെ എന്നല്ലേ പറയുന്നത്. പക്ഷെ സാർ, CPM-ന്റെ സൈബർ പോരാളികൾ വലിയ തോതിൽ അത് പ്രചരിപ്പിക്കണം, അത് ഏറ്റെടുത്ത് അങ്ങ് വൈറലാക്കിയിരിക്കുകയാണ്. അതിനാണല്ലോ സൈബർ പോരാളികളെ വെച്ചിരിക്കുന്നത്. അവര് പിന്നെ ഉണ്ണുന്ന എങ്ങനെ? ഈ പൈസ വാങ്ങിച്ചോണ്ടല്ലേ. അപ്പൊ ജോലി ചെയ്യണ്ട, വാങ്ങുന്ന കൂലിക്ക് അനുസരിച്ചുള്ള ജോലി. സ്തുതിപാഠകരുടെ ജോലി എന്താണ്, അല്ലെ? അവര് പറയുകയാണ്, അല്ലെ, ഇപ്പൊ രാത്രിയാണ്, ഇപ്പൊ പകലാണ് എന്നൊക്കെ. അവരത് ഏറ്റുപാടുന്നവരാണ്, അവരത് ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ സൈബർ പോരാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ മാറുന്നവരാണോ കേരളത്തിലുള്ളവര്? അരിയാഹാരം കഴിക്കുന്നവരല്ലേ? അവര് കാണുകയല്ലേ കേരളത്തിൽ വ്യവസായം നടത്താൻ വന്ന് അതിലിറങ്ങി പണം മുഴുവൻ അതിലേക്ക് വിനിയോഗിച്ചു കഴിഞ്ഞ് തുടങ്ങാനിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ ജീവിതത്തിൽ നിന്ന് തന്നെ പോവുകയല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എത്ര കഥകള് പാർട്ടിയുടെ ഇടങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ലേ? വ്യവസായം പാതി വഴിക്ക് ഇട്ടിട്ട് ഇവിടുന്ന് തന്നെ, സംസ്ഥാനത്ത് നിന്ന് തന്നെ കടന്നു കളഞ്ഞവരില്ലേ? തുടങ്ങിയാൽ അവരെ ഒരിക്കലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിലില്ലേ എല്ലാ കാര്യത്തിലും? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നോക്ക്, വിദേശ സർവകലാശാല കൊണ്ടുവരുന്നു, അതിന്റെ പ്രസക്തിയെ കുറിച്ച് പിന്നെ ആരാണ് വിദ്യാഭ്യാസത്തിലായാലും നയതന്ത്രത്തിലും ഒക്കെ അഗ്രഗണ്യനായിട്ടുള്ള TP ശ്രീനിവാസൻ, അന്ന് ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം കോവളത്ത് വെച്ച് നടത്തുന്ന മീറ്റിംഗിലാണല്ലോ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തിയത് ഈ SFI എന്ന് പറയുന്ന ഈ പരനാറികള്, അല്ലെ? എന്നിട്ട് എന്താണ് ഇപ്പൊ ആർഷോ എന്ന് പറയുന്നവൻ പറയുന്നത്? എന്താണ്? TP ശ്രീനിവാസൻ ചീത്ത വിളിച്ചു, അസഭ്യ വാക്ക് ഉപയോഗിച്ചു. എവിടെ അസഭ്യ വാക്ക് ഉപയോഗിച്ചത്? അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയുന്നത്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുക്കലല്ല, ഒരു 100 കിലോമീറ്റർ പോലും അവിടെ നിൽക്കാനുള്ള യോഗ്യത ഈ ആർഷോ എന്ന് പറയുന്ന സാധനത്തിന് ഇല്ലല്ലോ. TP ശ്രീനിവാസന്റെ ദേഹത്തെ രോമത്തിൽ തൊടാനുള്ള യോഗ്യതയുണ്ടോ ഈ SFI പുങ്കവൻ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ? ഇതൊക്കെ AR റഹീമിന്റെ പിൻഗാമികളല്ലേ? ഈ SFI മഹാ എംബോക്കികളായി തീർന്നവരായി. ഞാൻ ഈ SFI-കാരനായിരുന്നു 80-കളിൽ. അന്ന് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനമാണ്. നമ്മളെ വളരെ പിന്നെ ബഹുമാനത്തോടാണ് ആൾക്കാർ നോക്കുന്നത്. ഇവൻ ജീനിയസ് ആണല്ലോ എന്നുള്ള രീതിയിൽ. അത് പോട്ടെ, SFI അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. തരൂരിലേക്ക് വരികയാണ്. ഞാനിത് പറഞ്ഞു വന്നത് SFI-യുടെ കാര്യവും കേരളം ഇതൊക്കെയാണ്. എത്ര പ്രിൻസിപ്പൽമാരുടെ കാര്യം ഇല്ലാതാക്കി. കസേര കത്തിക്കുകയും കുഴിമാട ഒരുക്കുകയും. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കണം. തരൂരിന് അവിടെ എന്തോ കുഴപ്പം പറ്റിയെന്ന് എനിക്ക് സംശയം. കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷം, കേരളം നല്ല മണ്ണായിരിക്കാം. അങ്ങ് പറഞ്ഞതിനോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു പിടിവലി നടക്കുകയാണ്. ഈ പിടിവലിക്കിടയിൽ നിന്നുകൊണ്ടല്ലേ തരൂർ ഇങ്ങനൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത്? അപ്പൊ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ തരൂർ എന്തോ നീക്കം നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി തരൂരിനെ ഇപ്പോൾ പിന്താങ്ങുന്നില്ല. തരൂര് പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തരൂരിനോട് നേരത്തെ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും ഒരു ആഭിമുഖ്യമുണ്ട്. അവർ പറയുന്നുണ്ട് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടൂ എന്ന് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? കേരളം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ള രീതിയിൽ. മറ്റൊരാകുമ്പോ കലഹിച്ചു പോകും. പിന്നെ അത് ലീഗ് തീർച്ചപ്പെടുത്തും എന്തായാലും ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ളത്. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അപ്പൊ ലീഗ് എന്തായാലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തരൂരിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും നടക്കത്തില്ല കേട്ടോ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊറ്റ ജോലിയേ ഉള്ളൂ, അവർ ഗുണം പിടിക്കരുത്, അല്ലെ? എന്നാലും തരൂരിനെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല സ്വഭാവമാണ്. 2009 തരൂരോടെ വന്നപ്പോൾ അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് എതിരാളി സ്ഥാനാർത്ഥിയോ അവരുടെ പക്ഷക്കാരോ ഒന്നുമല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. എവിടെ നിന്നോ വന്നിരിക്കുന്നു, മലയാളം പോലും നേരെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ നടന്നത്. കാരണം ഈ കോൺഗ്രസിന്റെ ഈ പെട്ടിയെടുപ്പുകാർക്ക് പല കാര്യങ്ങളും നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ലീഡറാണ് സഹായിച്ചത്. അതൊക്കെ ഉണ്ടാകാം, അല്ല? ഈ തരൂര് ആരാണെന്നുള്ളത് മനസ്സിലാക്കി ജനം, പുതുതലമുറയ്ക്കൊക്കെ മനസ്സിലായി. തരൂര് തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ദ്രോഹവും ചെയ്തിട്ടില്ല. ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരു മൊത്തത്തിൽ ഒന്ന് എഴുന്നള്ളിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണാം. അതങ്ങ് പോയിക്കൊള്ളട്ടെ. ഇംഗ്ലീഷും പറയും. ഇത് അങ്ങനെ എഴുതിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് വേറൊരു കാര്യം, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയേണ്ട. പക്ഷെ ജനങ്ങൾക്ക് പൊതുവെ അദ്ദേഹത്തിനോട് ഒരു താല്പര്യമുണ്ട്. ഈ തിരുവനന്തപുരം ആഭിമുഖ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ നോക്ക്, അല്ലേ? അറിവല്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാർക്ക് അദ്ദേഹത്തിന്റെ അടുക്കളെങ്ങാണ്ട് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവർക്കാർക്ക്, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്. ഞാനത് ഇംഗ്ലീഷ് ലേഖനമാണ്, അത് വായിച്ചു മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. ആർക്കറിയാം ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാരിൽ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി എടുക്കുന്നവര് നേരെ ഒരു കാര്യം പറയത്തില്ലല്ലോ. ഇവരുടെ വിചാരം ഈ കക്ഷത്തിൽ ഡയറിയും വെച്ചിറങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് തരൂരെന്ന്. അതൊന്നും അല്ലല്ലോ. തരൂര് വേറെ ലൈനാണ്. തരൂരിനോട് കളി നടക്കത്തില്ല. തരൂരിനെ ഹൈക്കമാൻഡ് തൊടുക്കും ഒന്നുമില്ല. തരൂരിന്റെ അടുക്ക നിൽക്കാൻ യോഗ്യത ഉണ്ടോ പപ്പുമോന്? ഒരു യോഗ്യതയില്ല. KC വേണുഗോപാലിനുണ്ടോ? ഇല്ല. കാർഗയെ പോലുള്ള ഒരാളെ പിടിച്ച് അടുക്കളക്കാരനാക്കി വെച്ചിരുത്തിയിരിക്കുന്നവരല്ലേ ഇവരെ. അപ്പോൾ തരൂരിനെ ഇവരെ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡും ഇടപെടത്തില്ല. പക്ഷെ സാർ, ഈ ഇടതുപക്ഷം ഈ വീണത് വിദ്യയാക്കുക എന്നുള്ളൊരു നയം അവർക്കുണ്ട്. കേരളത്തില് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് 3ാം തവണയും പിണറായി വിജയന് ഭരണം കൊടുക്കില്ല എന്ന് ജനം എഴുതി വെച്ചിരിക്കുകയാണ് മനസ്സിൽ. അവരെ 2026 ഏപ്രിൽ മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നവരാണ്. അതിന്റെ ഒരു പകുതി ദേഷ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. ഇവർക്ക് പലയിടങ്ങളും നഷ്ടമാകും. പല പഞ്ചായത്തുകളും പല നഗരസഭയും ഒക്കെ നഷ്ടപ്പെടും. തിരുവനന്തപുരമായാലും തൃശ്ശൂരും ഒക്കെ നഷ്ടപ്പെടും. അത് ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ തരൂര് പറഞ്ഞതിനെ എടുത്ത് ഇവർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വന്ന് വോട്ട് നേടാമെന്ന് കരുതണ്ട. ഇനി ഇവിടെ ആ സ്പേസിലേക്ക് വരാൻ പോകുന്നു. BJP ഇവിടെ സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. ഇത് കാരണം മോദിയെയാണ് വാഴ്ത്തിയിരിക്കുന്നത്. മോദി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇദ്ദേഹത്തിന് അറിയാം. ആർക്ക്? തരൂരിനറിയാം. തരൂരിന് കഴിഞ്ഞ ആരായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏത് മലയാളിക്കും. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ആ കൂടിക്കാഴ്ചയിൽ ഏത് തരത്തിലാണ്, എന്താണ് കാര്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് തരൂർ. അതുകൊണ്ടാണ് ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച ഒരു പുതിയ കാൽവെപ്പാണ്, അത് ഇന്ത്യയുടെ ഒരു പുരോഗതിയിലേക്കുള്ള പോക്കാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തരം കിട്ടുമ്പോഴൊക്കെ വിദേശത്ത് പോയാൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുക, ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. തരൂർ അങ്ങനൊന്നും ചെയ്യില്ല ഒരിക്കലും. തരൂരിന് തലയ്ക്ക് താഴ്ത്താമസമുണ്ട്, കാര്യബോധമുള്ള ആളല്ലേ തരൂർ. അങ്ങനെ ചെയ്യുമോ? രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ, അല്ലാതെ മോദിയെ വാഴ്ത്തിയതല്ല, BJPയെ വാഴ്ത്തിയതല്ല. രാജ്യമാണ്, രാജ്യം നന്മ, രാജ്യത്തിന്റെ അഭിവൃദ്ധി, ഇതാണ് നോക്കിയത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ടുള്ളവരല്ലേ. അപ്പോ സാർ, ഇടതുപക്ഷം ആ കട്ടില് കണ്ട് പനിക്കണ്ട, തരൂര് പറഞ്ഞതിൽ പിടിച്ച് കളിക്കാൻ നിൽക്കണ്ട
എന്ന് നാട്ടിലെ ഒരു സ്ഥിതി അതല്ല, ജനങ്ങളുടെ മനസ്സിലെ വികാരം അതല്ല. തരൂർ ഇതൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ആ എതിർപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അതെ.